റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. നിഖിൽ പൈലി ഇടുക്കി DCC അംഗമായതോടെ ധീരജ് കൊലക്കേസിൽ നടപടിക്രമങ്ങളിൽ ആശങ്കയുണ്ടെന്ന് ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ റിപ്പോർട്ടറിനോട്. വിചാരണ നടപടികൾ ബോധപൂർവം വൈകിപ്പിക്കുകയാണ്. ഇത്തരം നീചമായ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു. കേസ് വിചാരണ സാക്ഷി വിസ്താരത്തിനായി ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. ജനുവരി 26 മുതൽ മാർച്ച് 3 വരെയുള്ള ഡേറ്റിനെ ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. അപ്പോൾ അവർ ബോധപൂർവം അവരുടെ വക്കീലിനെ മാറ്റി. അപ്പം വക്കീൽ കേസ് പഠിക്കണമെന്നുള്ള അപേക്ഷ കോടതിയിൽ കൊടുക്കുകയും അത് അനുവദിക്കുകയും ചെയ്തു. ഫെബ്രുവരി ലാസ്റ്റായപ്പോൾ ജഡ്ജിയും മാറിപ്പോയി. ഇപ്പം കോടതി റീ ഓപ്പൺ ആയിട്ട് ഇതുവരെയും കേസെടുത്തിട്ടില്ല. അവർ ബോധപൂർവം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ഇത്രയും നീചമായ ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വേദനയുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ എന്താണ് ധീരജ് കൊലക്കേസുമായി ബന്ധപ്പെട്ട ധീരജിന്റെ അച്ഛൻ പറയുന്നത്? ഇപ്പോൾ നിഖിൽ പൈലിയെ DCC അംഗമാക്കിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം അദ്ദേഹം ഉയർത്തുമ്പോൾ എന്താണ് ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നടത്തുന്ന പ്രതികരണം? സ്മൃതി, വളരെ വൈകാരികമായാണ് ധീരജിന്റെ പിതാവായ രാജേന്ദ്രൻ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ഒരു 55 വർഷമായി കോൺഗ്രസ് അനുഭാവിയൊക്കെയായിരുന്നു. പക്ഷേ തന്റെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പോലും വിളിച്ച് ആശ്വസിപ്പിച്ചില്ല. താൻ വോട്ട് ചെയ്തത് കെ സുധാകരനാണ്. പക്ഷേ കെ സുധാകരൻ പോലും തന്നെ ഒന്ന് ഒരാശ്വാസവാക്കുമായി വിളിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ നിഖിൽ പൈലിയെ, കേസിലെ 1-ാം പ്രതിയായ നിഖിൽ പൈലിയെ ഇടുക്കി DCC അംഗമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. അത് ഒരു നീചമായ പ്രവൃത്തി എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. കൊലയാളിയാണ് നിഖിൽ പൈലി. ആ കൊലയാളിയായ നിഖിൽ പൈലി ഇപ്പോൾ സമൂഹത്തിൽ വിലസി നടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളിൽ, ഈ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്, ഇതിന്റെ നടപടിക്രമങ്ങളിൽ കൂടി തനിക്ക് ആശങ്കയുണ്ട്. കാരണം ബോധപൂർവം ഇതിന്റെ വിചാരണ വൈകിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ അതിൽ കൂടി തനിക്കൊരാശങ്കയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ രാജേന്ദ്രൻ റിപ്പോർട്ടറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയിപ്പോൾ തന്റെ പ്രതീക്ഷ കോടതിയിലാണ്. കോടതിയിൽ നിന്ന് ഉചിതമായ ശിക്ഷ അല്ലെങ്കിൽ തക്കതായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഏതായാലും ഈ ധീരജിന്റെ പിതാവായ രാജേന്ദ്രൻ പറയുന്നു. വിവരങ്ങൾ നൽകിയത്.